എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനിന്നൊരു നാടൻ കോഴി റോസ്റ്റും പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത്. പൊറോട്ടയും വീട്ടിലുണ്ടാക്കുന്നത് തന്നെയാണ് കേട്ടോ. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ. അങ്ങനെ ചിക്കൻ എടുത്ത് അതിലേക്ക് കുറച്ച് തൈര്, ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചെറുനാരങ്ങയുടെ നീര് ഇത്രയും ചേർത്ത് നന്നായിട്ട് കുഴച്ച് മാറ്റി വയ്ക്കണേ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ, നാടൻ കോഴിയാകുമ്പോൾ ഇത്തിരി വേവ് കൂടുതലുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ വിനാഗിരിയോ തൈരോ നാരങ്ങയോ ഒന്നും ചേർക്കാൻ മറക്കരുതേ. നന്നായിട്ട് തിരുമ്മി ഒരു മണിക്കൂറോ 2 മണിക്കൂറോ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് ചിക്കൻ വെന്ത് കിട്ടുള്ളൂ. അതുകൊണ്ട് അങ്ങനെ 1 മണിക്കൂർ, ഞാൻ 1 മണിക്കൂറാണ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ച് ഒരു കാര്യം പറയട്ടെ, ഞാനാണെങ്കിൽ മുന്നേ കുറച്ച് നല്ല ചിക്കൻ കൊണ്ടുള്ള വിഭവങ്ങൾ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ എല്ലാവരും പോയിട്ട് കാണാൻ മറക്കല്ലേ. ആ റെസിപ്പികളൊക്കെ ഉണ്ടാക്കി നോക്കുകയും ചെയ്യണം കേട്ടോ. നല്ല റെസിപ്പികളുണ്ട് കേട്ടോ എൻ്റെ ചാനലിൽ, എല്ലാവരും കയറി കാണണേ. അതിനുശേഷം ഞാൻ പൊറോട്ട ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. അതിനു വേണ്ടി 2 മുട്ട എടുത്ത് പൊട്ടിച്ചൊഴിക്കുക ഒരു പാത്രത്തിലോട്ട്. അതിലേക്ക് കുറച്ച് പഞ്ചസാര, കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് തൈര്. ഈ തൈര് ഒഴിക്കുന്നത് പാലൊഴിച്ചാണ് എല്ലാവരും ചെയ്യുന്നതെന്ന് അറിയാം. തൈര് ഒഴിക്കുന്നത് ഈ മാവ് പെട്ടെന്ന് ഫെർമെൻറ്റേഷൻ നടക്കാൻ വേണ്ടിയാണ് കേട്ടോ. മാവ് നന്നായിട്ട് പുളിച്ച് പൊന്തി വന്നാൽ നല്ല സോഫ്റ്റ് പൊറോട്ട നമുക്ക് കിട്ടുകയുള്ളൂ. ഞാൻ പൊറോട്ട ആദ്യമായിട്ട് ആണ് ഉണ്ടാക്കുന്നത്. ആ ഉണ്ടാക്കുന്ന കാഴ്ചകളൊക്കെ എല്ലാവർക്കും കാണാം. പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായെങ്കിലും ഞാൻ നല്ല പൊറോട്ട തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തത്. അങ്ങനെ ഞാൻ തൈര് ഇട്ട് ഇളക്കി നോക്കിയപ്പോഴേ, മിക്സ് ചെയ്ത് നോക്കിയപ്പോൾ അതാണെങ്കിൽ കറക്റ്റായിട്ട് ഇത് മിക്സായി വന്നില്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്തെന്നറിയോ, ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇത്രയും മിക്സ് ചെയ്ത ഈ മുട്ടയും തൈരെല്ലാം കൂടെ എടുത്തൊഴിച്ച് അതൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തേ. അങ്ങനെ അടിച്ചെടുത്തപ്പോൾ നല്ല പാല് പോലെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ മിക്സ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റി വെച്ചേ. അതിനുശേഷം ഞാൻ ഇന്ന് മൈദ കൊണ്ടാണ് പൊറോട്ട ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും മൈദ പൊറോട്ടയാണോ ഗോതമ്പ് പൊറോട്ടയാണോ ഇഷ്ടമെന്ന് പറയുന്നത്. ഈ മിക്സിലേക്ക് നമ്മൾ കുറച്ച് ഓയിലും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കണം കേട്ടോ. അതെന്തിനാണെന്നറിയോ, പൊറോട്ടയ്ക്ക് മാവ് കുഴയ്ക്കുമ്പോൾ മാവ് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയാണ്. അങ്ങനെ ഞാൻ മൈദമാവാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ മൈദമാവിലേക്ക് ഈ മൈദമാവ് പാത്രത്തിൽ തട്ടിയതിന് ശേഷം ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയും തൈരും പഞ്ചസാരയും എണ്ണ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് മാവിലേക്ക് ഒഴിച്ചിട്ട് മാവ് നന്നായിട്ട് കുഴച്ചെടുക്കണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണേ, മാവ് കുഴയ്ക്കുമ്പോഴേ ഓയിലിൻ്റെ കുറവ്, വെള്ളത്തിൻ്റെ നനവ് കുറവുണ്ടെങ്കിൽ ഇച്ചിരി ഓയിൽ കൂട്ടി ഒഴിച്ച് വേണം കേട്ടോ മാവ് നന്നായിട്ട് കുഴച്ചെടുക്കാൻ. എന്നാൽ മാത്രമേ നമ്മളെ മാവ് നല്ല സോഫ്റ്റായിട്ട് വരുള്ളൂ. ഞാൻ ഈ മിക്സിൽ ചേർത്ത ഓയിൽ കൂടാതെ അല്ലാതെയും കുറച്ച് ഓയിലും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ വെള്ളം അധികം ചേർക്കരുതേ, വെള്ളം ഇല്ലാതെ വേണം. ഈ മുട്ടയും അതുപോലെ തന്നെ ഓയിലിൻ്റെ നനവും എല്ലാം വെച്ച് വേണം നമുക്ക് ഈ മിക്സ് നന്നായിട്ട് മൈദ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ. അങ്ങനെ നല്ല ഒരു അരമണിക്കൂറോളം ഇരുന്ന് കുഴച്ച് നന്നായിട്ട് ഒരു പരുവത്തിൽ മിക്സാക്കി എടുത്ത് അങ്ങനെ ഒരു ബോൾ പോലെ ആക്കിയിട്ട് അതൊരു 3/4 മണിക്കൂറോളം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചേ. നമ്മൾ എത്രത്തോളം മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അത് നല്ല ഫെർമെൻറ്റേഷൻ നടക്കും, അത്രത്തോളം നല്ല പൊറോട്ട നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. അങ്ങനെ മാവും റെസ്റ്റ് ചെയ്യാൻ വെച്ചു, ചിക്കനും എല്ലാം പുരട്ടി അതും റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അതിന് ശേഷം ഞാൻ പിന്നെ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാനുള്ള സവാള അരിയാണ്. സവാളയും പച്ചമുളകും എല്ലാം അരിഞ്ഞ് മാറ്റി വെച്ചതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് എന്നിവ വൃത്തിയാക്കി അതും കൂടെ ചതച്ച് മാറ്റി വെച്ച് അതിനുശേഷം ഒരു ഉരുളി അടുപ്പിൽ വെച്ച്, ഞാൻ അടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. അടുപ്പിലുണ്ടാക്കുന്ന ചിക്കനായിരുന്നാലും എന്ത് ഫുഡായിരുന്നാലും നല്ല ടേസ്റ്റ് അല്ലേ. ഞാൻ ചിക്കനൊക്കെ ബീഫൊക്കെ വെക്കുമ്പോൾ അടുപ്പിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉരുളിയിലേക്ക് എണ്ണ ഒഴിച്ച് ആദ്യം ഈ ഇഞ്ചി, വെളുത്തുള്ളിയും കുരുമുളകും ചതച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് മൂപ്പിച്ചതിന് ശേഷം സവാളയും പച്ചമുളക് അരിഞ്ഞതും കൂടെ ഇട്ട് അത് നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ പൊടികളായിട്ടുള്ള മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ്, മുളക് പൊടി എല്ലാം ചേർത്ത് നന്നായിട്ട് അതിലേക്ക് ഇട്ടിട്ട് നല്ല ബ്രൗൺ നിറാവുന്നത് വരെ മൂപ്പിക്കണം കേട്ടോ. ഈ പച്ചമണം മാറാതെ ഒന്നും വെള്ളം ഒഴിക്കുകയോ ചിക്കനിടെ ഒന്നും ചെയ്യരുതേ, അതൊരു രുചി ഉണ്ടാവില്ല. ഈ പൊടിക്കൊക്കെ ഒരു പച്ചമണം ഉണ്ട്, അത് മാറുന്ന വരെ നമ്മൾ ഇളക്കി നല്ല മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം ഞാൻ ഈ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന നാടൻ കോഴി ഉണ്ടല്ലോ, അത് ഉരുളിയിലേക്ക് തട്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആദ്യം ഈ മസാലയൊക്കെ ഒന്ന് ഈ സവാളയും തക്കാളിയും എല്ലാം ഇതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട്, ചിക്കനിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇത് ഇളക്കി നല്ല യോജിപ്പിച്ച്
മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അതിനുശേഷം മാത്രമേ നമ്മൾ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. അങ്ങനെ ഞാൻ ചൂട് വെള്ളമാണ് ഒഴിക്കണേ. ഒരിക്കലും നാടൻ കോഴി വെക്കുമ്പോൾ അതിലേക്ക് പച്ചവെള്ളം ഒഴിക്കരുതേ. പച്ചവെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും കല്ല് പോലെ ആയി പോവും. കാരണം നല്ല വേവുള്ള ഇറച്ചിയാണ് നാടൻ കോഴി. അതുകൊണ്ട് അതിലേക്ക് ഞാൻ ചൂട് വെള്ളമൊഴിച്ച് നന്നായിട്ട് അത് തീ കത്തിച്ച് നല്ല വറ്റിച്ച് കുറുക്കിയെടുത്ത് കേട്ടോ. അധികം വെള്ളമില്ലാതെ നല്ല ഒരു കുഴമ്പ് പരുവത്തിലാണ് എടുത്തത്. അങ്ങനെ ചിക്കൻ എടുത്ത് മാറ്റി വെച്ച് അതിന് ശേഷം ഞാൻ ഫെർമെൻറ്റേഷൻ നടക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരുന്നില്ലേ പൊറോട്ടയുടെ മാവ്. അങ്ങനെ മാവ് എടുത്തിട്ട് പൊറോട്ട ഉണ്ടാക്കാൻ നോക്കുകയാണ്. അങ്ങനെ ചെറുതായിട്ടൊക്കെ കുഴപ്പമില്ലാതെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ആദ്യമായിട്ട് പൊറോട്ട ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ നമുക്ക് ഉണ്ടാക്കി നോക്കുകയൊക്കെ വേണമല്ലോ. അങ്ങനെ ഞാൻ പൊറോട്ടയുടെ മാവ് എടുത്തിട്ട് ചെറിയ ബോൾസ് ആക്കിയിട്ട് മാറ്റി വെച്ചു. അതിനുശേഷം ഞാനാണെങ്കിൽ ചപ്പാത്തി പലകയിലാണ് കേട്ടോ പൊറോട്ടയുടെ മാവ് പരത്തി വീശി അടിച്ചിട്ടൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത്. കുഴപ്പമില്ല, കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു വീതി ഇല്ലാത്തതുകൊണ്ട്. അങ്ങനെ ഞാൻ പൊറോട്ടയുടെ മാവ് എടുത്തിട്ട് വീശി അടിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഇങ്ങനെയല്ല പൊറോട്ട ഉണ്ടാക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാലും എനിക്ക് പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ. പക്ഷെ നല്ല പൊറോട്ട തന്നെയാണ് കിട്ടിയത്. അങ്ങനെ ഞാൻ പൊറോട്ടയുടെ മാവ് വീശി അടിച്ചത് പാർട്ടൊക്കെ ആക്കി നല്ല രീതിയിൽ തന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നല്ല രീതിയിൽ ഞാൻ പൊറോട്ട ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയിട്ടുണ്ട്. വേറെ ഏതെങ്കിലും രീതിയിൽ പൊറോട്ട ഉണ്ടാക്കി എളുപ്പമുള്ളതുണ്ടെങ്കിൽ ആരെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റിലൂടെ അറിയിക്കണേ എന്നെ. ഞാൻ ഈ രീതിയിലാണ് പൊറോട്ട ഉണ്ടാക്കിയത്. നന്നായിട്ട് പൊറോട്ട ഉണ്ടാക്കാൻ അറിയുന്നവർ എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന ഭാഗം കണ്ട് ചിരിക്കരുത് കേട്ടോ. ഞാനിത് പൊറോട്ട വീശിയടിച്ചപ്പോഴേ ഒരു കഷ്ണം തെറിച്ചത് കണ്ടായിരുന്നോ? ഇത് നിങ്ങൾ കാണാൻ വേണ്ടി തന്നെ ഞാനത് ഇതിൽ ആഡ് ചെയ്തതാണ്. എന്തിനാണ് ഞാൻ മാറ്റി വയ്ക്കുന്നത്? ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയപ്പോൾ വന്ന തെറ്റുകുറ്റങ്ങളല്ലേ. പക്ഷെ ഞാൻ നല്ല രീതിയിൽ തന്നെ ശ്രമിച്ചിട്ടുണ്ട് പൊറോട്ട ഉണ്ടാക്കാൻ. അത് നിങ്ങൾക്ക് പൊറോട്ട കാണുമ്പോൾ അറിയാൻ പറ്റും. അങ്ങനെ ഞാൻ പിന്നെ മാവൊക്കെ കുഴച്ച് മാറ്റി വെച്ചില്ല, വീശിയടിച്ച് ബോൾസാക്കി മാറ്റി വെച്ചില്ലേ, അതെടുത്തിട്ട് ഇത്തിരി എണ്ണയൊക്കെ തടവി നന്നായിട്ട് കൈകൊണ്ട് പരത്തിയിട്ട് ദോശക്കല്ലിൽ വെച്ച് ചുട്ടെടുത്തേ. അങ്ങനെ എല്ലാ പൊറോട്ടയും ബോൾസും ഞാൻ ഏകദേശം പരത്തി എല്ലാം ചുട്ടെടുത്തതിന് ശേഷം കുറച്ച് എണ്ണയും കൂട്ടിയിട്ട് അടിച്ചെടുത്ത് നല്ല പൊറോട്ട നല്ല മൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നില്ലേ? പൊറോട്ട നല്ല ഇച്ചിരി അങ്ങനെ ബബിൾ പോലെയൊക്കെ വന്നിട്ടുണ്ട്, നല്ല കളറുമായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ബാക്കിയിരുന്ന എല്ലാ ബോൾസും ഞാൻ ഇതേപോലെ പരത്തി എല്ലാ പൊറോട്ടയും ചുട്ടെടുത്തു കേട്ടോ. എല്ലാ പൊറോട്ടയും ചുട്ടെടുത്തതിന് ശേഷം ഞാൻ ഒരു 4-5 വീതം എടുത്ത് അതിലേക്ക് എണ്ണ നന്നായിട്ട് കയ്യിൽ തടവി വേണം കേട്ടോ പൊറോട്ട അടിക്കാനും. പിന്നെ ഇങ്ങനെയാണ് കേട്ടോ പൊറോട്ട അടിച്ചത്. ഇത് വീഡിയോയിൽ കണ്ടിട്ടുള്ളതും പിന്നെ നമ്മൾ തട്ടുകടയിലൊക്കെ ചേട്ടന്മാർ ചെയ്യണ കണ്ടിട്ടുള്ള രീതിയിലാണ് കേട്ടോ ഞാനൊന്ന് ശ്രമിച്ചു നോക്കിയത്. പക്ഷേ കണ്ടോ നിങ്ങൾ, ഞാനിത് അടിക്കുന്ന സമയത്ത് സൈഡിലോട്ടൊക്കെ തെറിക്കുന്നുണ്ടോ? അത് മൊരിഞ്ഞതുകൊണ്ടാണ് കേട്ടോ. നല്ല മൊരിഞ്ഞ് പറഞ്ഞില്ലേ, നല്ല സോഫ്റ്റായിട്ട് മൊരിഞ്ഞ് പൊറോട്ട കിട്ടിയെന്ന്. അങ്ങനെ നല്ല രീതിയിൽ തന്നെ ഞാൻ പൊറോട്ട ഉണ്ടാക്കിയെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. പിന്നെ ഞാനുണ്ടാക്കിയ പൊറോട്ടയും ചിക്കൻ റോസ്റ്റും കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർ എന്നെക്കാട് കമൻറ്റ് അയയ്ക്കുക. എൻ്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഉണ്ടാക്കി തരുന്നതാണ്. അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ ഫുഡെന്ന് പറയുന്നത് ഈ പൊറോട്ടയും ചിക്കൻ റോസ്റ്റും ആയിരുന്നു. താങ്ക് യു.